ഓക്കെ. എടാ, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഷേപ്പ് ഏതാണെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആയിരിക്കും. നമുക്ക് രണ്ട് ഷേപ്പാണ് സെക്കൻഡ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കോമൺലി പറയുമ്പം ഒന്നെന്ന് പറയുന്നത് എന്തോന്നാണ്, പിരമിഡ്സ് ആണ്. ഓക്കെ, പിരമിഡ്സിന്റെ ഷേപ്സ് ഉണ്ട്. അതിനകത്ത് കോണും നമ്മൾ ഏകദേശം അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യും. രണ്ടാമത് വരുന്ന ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, പ്രിസമാണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടിലുള്ള എക്സെപ്ഷണൽ കേസ് വരുന്ന ഒന്നെന്ന് പറയുന്നത് പിരമിഡ്സിനകത്ത് വരുന്നത് എന്താണ്, കോണാണ്. ഓക്കെ, ഒന്ന് കോണും പ്രിസത്തിനകത്ത് വരുന്ന എക്സെപ്ഷണൽ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, സിലിണ്ടർ ആണ്. ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബേസ് രണ്ടും എന്തോന്ന് ഷേപ്പ് ആയിരിക്കും, സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതിന്റെ സൈഡ്സിൽ എന്ത് കാണത്തില്ല, എഡ്ജസ് കാണത്തില്ല. അപ്പൊ പിരമിഡ്സിനകത്ത് ഏത് പിരമിഡ് ആണെന്നും വ്യക്തമായി നോക്കിക്കോളാം. പിരമിഡ്സിനകത്ത് ഇഷ്ടംപോലെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ബേസ് ഷേപ്പ് വെച്ചാണ് നമ്മൾ പിരമിഡ് പറയുന്നത്. സ്ക്വയർ പിരമിഡ് ഉണ്ട്. സ്ക്വയർ 4 സൈഡാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ എന്തുണ്ട്, പെന്റഗണൽ പിരമിഡ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എന്തുണ്ട്, ഹെക്സഗണൽ ഉണ്ട്. ദെൻ ഇത് കഴിഞ്ഞിട്ട് ബാക്കി വരാം. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതാണ്. വേണമെങ്കിൽ നമുക്ക് ട്രയാങ്കുലർ പിരമിഡ് ചോദിക്കാം, ചാൻസ് ഇല്ല. അതിനെ വിളിക്കുന്ന പേര് ട്രയാങ്കുലർ പിരമിഡ് എന്ന് വിളിക്കും. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ടെട്രാഹെഡ്രൺ എന്ന് വിളിക്കും. ഓക്കെ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെ വരാൻ ചാൻസ് ഉള്ളൂ. then പ്രിസത്തിന്റെ കേസ് എടുക്കുമ്പോൾ പ്രിസത്തിനെ നമുക്ക് ഇതേ ബേസ് വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്ത് വരും, സ്ക്വയർ പ്രിസം വരും, പിന്നെ പെന്റഗണൽ വരാം, പിന്നെ എന്തും വരാം, ഹെക്സഗണലും വരാം. അത് കൂടാതെയാണ് എന്ത് വരുന്നത്, സിലിണ്ടറും കോണും. ഓക്കെ, ഇത്രയും ഷേപ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. ട്രയാങ്കുലർ പ്രിസവും വരാം, റെക്ടാങ്കുലർ പ്രിസം വരാം. റെക്ടാങ്കുലർ പ്രിസം നമ്മൾ ഉദ്ദേശിക്കുന്നത് അടിയിൽ സ്ക്വയർ വന്ന സ്ക്വയർ, റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ്, റെക്ടാങ്കുലർ പ്രിസം, പെന്റഗണല്, ഹെക്സഗണല്. ഓക്കെ, പിന്നെ എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന എന്തൊക്കെയുണ്ട്, കോൺ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, സിലിണ്ടറും ഉണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ പഠിച്ച അവസാനം പഠിച്ച രണ്ടെണ്ണം. ഏതാണ്, ഹെമിസ്ഫിയറും സ്പിയറും. അതിന്റെ പക്ഷെ നമ്മൾ എന്ത് വരയ്ക്കത്തില്ല, ഈ 2D ഫിഗർ നമ്മൾ എന്ത് ചെയ്യത്തില്ല, വരയ്ക്കാറില്ല. മെയിൻ ആയിട്ട് സെക്കൻഡ് മോഡലിൽ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട സിമ്പിൾ പൊസിഷന്റെ കേസാണ്. സിമ്പിൾ പൊസിഷൻ തെറ്റിയാൽ അങ്ങോട്ടുള്ള ഒന്നും എന്ത് ചെയ്യത്തില്ല, വാല്യൂ ചെയ്യത്തില്ല. അപ്പോ നിങ്ങൾ സിമ്പിൾ പൊസിഷന്റെ കേസിൽ എന്ത് വരയ്ക്കുമ്പോൾ, നമ്മളെ നോർമലി ഉള്ള പിരമിഡ്സ് വരയ്ക്കുമ്പോൾ ഏതാണോ ബേസ് ഷേപ്പ് അതാണ് ആദ്യം നോക്കുക. ബേസ് ഷേപ്പ് താഴെ വരയ്ക്കുക. അത് പിരമിഡ് ആണെങ്കിൽ, നമുക്ക് തന്നേക്കുന്ന സാധനം പിരമിഡ് ആണെങ്കിൽ, ഇതാണ് നമ്മൾ ടോപ്പ് വ്യൂ എന്ന് എപ്പോഴും പറയുന്നത്. പിരമിഡ് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ എപ്പോഴും എന്ത് ഷേപ്പ് ആയിരിക്കും, അതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. എന്ത് ഷേപ്പ് ആയിരിക്കും, ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഇനി അതൊരു പ്രിസം ആണെങ്കിൽ, ഇത് എന്തിന്റെ കേസാണ്, പിരമിഡിന്റെ കേസാണ്, പിരമിഡ്. ഇനി ഈ സാധനം ഒരു പ്രിസം ആണെങ്കിൽ എന്തറിഞ്ഞിരിക്കുക, പ്രിസത്തിന്റെ കേസിലാണെങ്കിൽ പ്രിസം ബേസ് ഏതാണോ പറഞ്ഞേക്കുന്നത് ആ ഷേപ്പ് തന്നെ ആയിരിക്കും. അപ്പൊ സ്ക്വയർ പ്രിസം ആണെങ്കിൽ അടിയിൽ സ്ക്വയർ ഷേപ്പ് ആയിരിക്കും, പെന്റഗൺ ആണെങ്കിൽ പെന്റഗണൽ ആയിരിക്കും ആ ഷേപ്പ്. പക്ഷെ അത് ഫ്രണ്ട് വ്യൂയിലോട്ട് മുകളിൽ വരയ്ക്കുന്ന ഷേപ്പ് വരുമ്പോൾ എന്തോന്നാവും, അത് റെക്ടാങ്കിൾ ആണ്. ഇവിടെ കിട്ടുന്ന സാധനം ട്രയാങ്കിളും ഇവിടെ കിട്ടുന്ന സാധനം എന്തോന്നായിരിക്കും, റെക്ടാങ്കിളും ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. മറന്നു പോകരുത്, ഇത് തെറ്റിച്ചാൽ മൊത്തത്തിൽ പോയി. പിന്നെ പിരമിഡ് ആകുമ്പം ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ടോപ്പ് പൊസിഷൻ നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം. അതായത് സെൻട്രൽ പൊസിഷനിലോട്ട് എല്ലാ കോർണർ പോയിന്റ്സിൽ നിന്നും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തിരിക്കണം. എല്ലാ വെർട്ടസിൽ നിന്നും ഇതിലോട്ട് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തേക്കണം. ഇതിനകത്ത് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിൽ നെയിമിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത്, നമ്മൾ അടിയിൽ മാത്രമേ, അതായത് ബേസ് പോർഷന് മാത്രമേ നെയിമിംഗ് കൊടുക്കുകയുള്ളൂ. AB, CD ആണെങ്കിൽ CD, മേളിലെ ടോപ്പ് പൊസിഷൻ O. ഇവിടെയാണെങ്കിൽ ടോപ്പ് പൊസിഷനും ഉണ്ട്, ബോട്ടവും ഉണ്ട്. അതായത് അപ്പർ ഫേസും ഉണ്ട്, ഏറ്റവും ബേസിലുള്ള ഫേസും ഉണ്ട്. അപ്പം നമ്മൾ അടി ടോപ്പിലുള്ളതിനെ ABCD എന്ന് കൊടുത്താൽ ബോട്ടം പൊസിഷനിലുള്ള എയുടെ അടിയിലുള്ളത് കാണാൻ പറ്റത്തില്ല. ബ്രാക്കിനകത്ത് 1 2 3 4 എന്ന് കൊടുക്കണം. ഏത് ഷേപ്പ് ആയാലും അങ്ങനെ തന്നെ. അതിന്റെ ഫ്രണ്ട് വ്യൂയിലോട്ട് വരുമ്പോൾ ടോപ്പിലുള്ളതിന് എന്ത് കൊടുക്കുക, എയുടെ ബാക്കിൽ D, മുകളിലാവുമ്പോൾ ഡാഷും കൂടെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇവിടെ B ആണെങ്കിൽ ബിയുടെ ബാക്കിൽ C, ഇവിടെ 1 ആണെങ്കിൽ 1ന്റെ ബാക്കിൽ 4, അതിന്റെ മുകളിലാകുമ്പോൾ ഡാഷും കൂടെ കൊടുത്തു വേണം എന്ത് ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ 2ന്റെ ബാക്കിൽ എന്ത് എടുക്കുക, 3 എന്നും പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇവിടത്തെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യുക, എയുടെ ബാക്കിലായിരിക്കും D, മുകളിലാകുമ്പോൾ ഡാഷ് കൊടുക്കുക, ബിയുടെ ബാക്കിലായിരിക്കും C. ദെൻ ഇതിന്റെ അപ്പർ പൊസിഷൻ, ഇതാണ് അപ്പെക്സ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പെക്സ് പോയിന്റിനെ O ഡാഷ് എന്നാണ്. നമ്മൾ Oയും O,O1 എന്നാണ് ഇടുന്നത്. ഇതിന്റെ സെൻട്രൽ ലൈൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ O1 ഡാഷ് എന്നാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ,
ഇതാണ് നൈമിങ്. പ്രിസമാണോ പിരമിഡാണോ നോക്കുക, അത് ഫസ്റ്റ് കണ്ടീഷനാണ്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കേസ്, ഈ സെൻട്രൽ ലൈൻ വരുന്നത്, നമ്മൾ സെൻട്രൽ ലൈൻ ആയിട്ടുള്ള ആക്സിസ് ലൈൻ വരയ്ക്കുന്നത് എപ്പോഴാണെന്നുള്ള ഡൗട്ട് ആരോ ചോദിച്ചായിരുന്നു. അത് സംഭവം എന്ന് പറയുന്നത്, നമ്മൾ നോർമലി എക്സ് വൈ ലൈൻ വരയ്ക്കും. എക്സ് വൈ ലൈൻ വരച്ചിട്ട് ഷേപ്പ് വരയ്ക്കും. ഇപ്പൊ ഉദാഹരണം ഒരു ഒരു സ്ക്വയർ പിരമിഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്തു, പിരമിഡ് ഇങ്ങനെ വരച്ചു. ഇത് നമ്മളിങ്ങനെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിരമിഡ് വരയ്ക്കുന്നത്. പിരമിഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പം ഇവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ സെന്റർ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിനെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, എന്നിട്ട് ഇവിടെ ചെയിൻ ലൈൻ ആണോ എന്താണ് നോർമൽ ലൈൻ ആണോ എന്ന് അറിയേണ്ടത്. ദാ ഇവിടുത്തെ പൊസിഷൻ നോക്കുക. ഇവിടെയോ, എന്റെ കർസർ നോക്കുക. ഞാൻ ബ്ലൂ ഇട്ട് മാർക്ക് ചെയ്യാണ്. ഈ ഒരു പൊസിഷൻ, ഈ ബ്ലൂ മാർക്ക് ചെയ്യുന്ന ഇവിടെയോ ഒരു എഡ്ജ് ഇല്ലെങ്കിൽ, എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്രോസ് വന്നിരിക്കുന്ന ലൈൻസിനാണ് നമ്മൾ എഡ്ജസ് എന്നിങ്ങനെ. ഈ ഒരു സാധനം അവിടെ ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, നമ്മൾ അവിടെ ചെയിൻ ലൈൻ വരയ്ക്കരുത്, നോർമൽ ലൈൻ വേണം വരയ്ക്കാൻ. ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ല. എന്റെ കർസർ നോക്കുമ്പോൾ അറിയാം ഈ ഒരു പൊസിഷൻ വേറെ ലൈൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ കണ്ടിന്യൂസ് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. സെൻട്രൽ ലൈൻ മാത്രം എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. ഇവിടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ തിക്ക് ആയിട്ടുള്ള ലൈൻ വേണം വരയ്ക്കാൻ. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ളത്. ഇത് തന്നെയാണ് പ്രിസത്തിന്. പ്രിസം വരയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നോർമൽ ലൈൻ വരയ്ക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ലൈൻ വരച്ചാൽ മതി, ചെയിൻ ലൈൻ വരച്ചാൽ മതി. ഇതാണ് ചെയിൻ ലൈനിന്റെ കേസായിട്ട് പറയാനുള്ളത്. പിന്നെ അടുത്ത് നോക്കേണ്ടത് ഇതിന്റെ പൊസിഷൻസ് നോക്കുക. ഓക്കെ, നമ്മൾ അന്ന് പഠിച്ചായിരുന്നു, എവിടെയാണോ ഈ സബ്ജക്റ്റ് ഇരിക്കുന്നത്, എവിടെയാണോ ഈ സാധനം പ്ലേസ് ചെയ്യുന്ന വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത എല്ലാവരും തെറ്റിക്കുന്ന കേസ് ഇതാണ്. എവിടെയാണോ ബേസ് പ്ലേസ് ചെയ്തേക്കുന്നത് നോക്കുക. ബേസ് എവിടെയാണോ വച്ചേക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ബേസിന്റെ പൊസിഷൻ, ബേസിന്റെ പൊസിഷൻ, ബേസ് പൊസിഷൻ. ബേസ് രണ്ട് രീതിയിൽ ഇരിക്കാം. ബേസ് ഓൺ ആദ്യത്തെ കണ്ടീഷൻ എച്ച് പി ആണെങ്കിൽ, നമുക്ക് ഇതിനകത്ത് 6 ഫിഗർ വരുമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ബേസ് ഓൺ എച്ച് പി ആണെങ്കിൽ നമ്മൾ വരച്ചു തുടങ്ങുന്നത് എവിടെയാണ്, എച്ച് പിയിൽ വെച്ച് വേണം വരച്ചു തുടങ്ങുന്നത്. ഏതാണോ ബേസ് ഷേപ്പ്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, ഇനി അടുത്ത പെന്റഗൺ ആണെങ്കിൽ പെന്റഗൺ, അത് അവിടെ വെച്ച് വരയ്ക്കുക. രണ്ടാമത്തെ ഫിഗർ ഫസ്റ്റ് വരച്ചു തുടങ്ങുന്നത് ഇവിടെയാണ്. രണ്ടാമത്തെ ഫിഗർ എവിടെയാണ് വരയ്ക്കുന്നത്, മുകളിലാണ് വരയ്ക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ഫിഗർ വരുന്നത്, അതിന്റെ ഫ്രണ്ട് വ്യൂ. മൂന്നാമത്തെ ഫിഗർ വരയ്ക്കേണ്ടത് അതിന്റെ സൈഡിൽ വേണം വരയ്ക്കാൻ. നാലാമത്തെ ഫിഗർ വരയ്ക്കേണ്ടത് അതിന്റെ താഴെ. 5, 6 ഈ പോയേക്കുന്നത് ഇതിന്റെ കണക്ഷൻസ് ഇങ്ങനെയാണ് നമ്മൾ വെച്ച് വരയ്ക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം അറിഞ്ഞിരിക്കുക, എവിടെയാണോ ബേസ് ഇരിക്കുന്നത് അതിന്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും മൂന്നാമത് വരുന്നത്. അപ്പൊ ഇവിടെ ബേസ് എച്ച് പിയിലായതുകൊണ്ട് ഇൻക്ലിനേഷൻ വരുന്നത് എന്തെന്നായിരിക്കും, മൂന്നാമത്തെ ഫിഗറിനകത്ത് ഇൻക്ലിനേഷൻ വരുന്നത്, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആണ് മൂന്നാമത് വരയ്ക്കാനുള്ളത്. ഇനി അടുത്ത വരയ്ക്കാനുള്ള എവിടെയാണ്, അഞ്ചാമത്തെ ഫിഗറിൽ വരുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്, ഇൻക്ലിനേഷൻ വിത്ത് എന്തുമായിട്ട് വേണം വരയ്ക്കാൻ, ബി പി ആയിട്ട് വേണം വരയ്ക്കാൻ. മൂന്നാമത്തെ ഫിഗറിൽ വരയ്ക്കേണ്ടത് എവിടെയാണോ ബേസ് ഇരിക്കുന്നത് അതിന്റെ ഇൻക്ലിനേഷനാണ് മൂന്നാമത്തെ വരയ്ക്കേണ്ടത്. ദെൻ അഞ്ചാമത് വരയ്ക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് അഞ്ചാമത് വരയ്ക്കുക. ഇത് തമ്മിൽ പരസ്പരം ഉണ്ടാവും. ഈ അടിയിൽ ഒന്നുണ്ടെങ്കിലേ 2 വരയ്ക്കാൻ പറ്റുള്ളൂ, 2 ഉണ്ടെങ്കിലേ 3 വരയ്ക്കാൻ പറ്റുള്ളൂ, 3 ഉണ്ടെങ്കിലേ 4 വരയ്ക്കാൻ പറ്റുള്ളൂ, 4 ഉണ്ടെങ്കിൽ 5, 5 ഉണ്ടെങ്കിൽ എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ, 6 വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ബേസ് ഓൺ എവിടെ വെച്ചാൽ ബി പി വരച്ചാൽ, ബി പിയിലാണ് അതിന്റെ ബേസ് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെ വരയ്ക്കും നോക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എക്സ് ലൈൻ വരച്ച് ഫസ്റ്റ് വരയ്ക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ടോപ്പിൽ വേണം വരയ്ക്കാൻ, മുകളിൽ വേണം എന്ത് വരയ്ക്കാൻ, ബി പിയിൽ ബേസ് വെച്ച് വേണം ഫസ്റ്റ് വരയ്ക്കാൻ. ഇവിടെയാണ് ഫസ്റ്റ്, ദെൻ സെക്കൻഡ് ഫിഗർ താഴെ വരും, തേർഡ് ഫിഗർ എന്ത് വരും, ഇവിടെ വരും, ഫോർത്ത് ഫിഗർ എവിടെ പോകും, മുകളിൽ വരും, ഫിഫ്ത്ത് ഫിഗർ എവിടെ വരും, സൈഡിൽ വരും, സിക്സ്ത് ഫിഗർ എവിടെ വരും, താഴെ വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഒബ്ജക്റ്റ് ഇരിക്കുന്ന വി പിയിലാണ്. അപ്പൊ തേർഡ് ഫിഗർ വരാനുള്ള ഇവിടെയാണ്. അപ്പൊ ഇവിടെ എടുക്കാനുള്ള ഏത് ഇൻക്ലിനേഷൻ ആണ്, ബേസ് ഇരിക്കുന്ന ഇൻക്ലിനേഷൻ ആണ് എപ്പോഴും തേർഡ് എടുക്കണം, ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഇവിടെ എടുക്കാനുള്ള അപ്പൊ എന്താണ് ഓപ്പോസിറ്റ്, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. ഓക്കെ, ഇവിടെയും കണ്ടിന്യൂസ് നമ്മൾ വരച്ചിട്ടുള്ള കണക്കിനാണ്, അതിന്റെ റിലേഷൻ പോകുന്നത് അങ്ങനെയാണ്. ഇനി ഈ ഇൻക്ലിനേഷൻ എടുക്കേണ്ടത്, ഒരു ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മളടുത്ത് പറഞ്ഞേക്കും ഒബ്ജക്റ്റ് വരച്ചു തുടങ്ങേണ്ടത് എപ്പോഴും റൈറ്റ് സൈഡ് ഇൻക്ലിനേഷൻ വെച്ച് വേണം വരയ്ക്കേണ്ടത്. നമ്മളിപ്പോൾ പെർപെൻഡിക്കുലറോ പാരലലോ എന്നോ പറഞ്ഞേക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കേസ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റിന്റെ ബേസ് പൊസിഷൻ എങ്ങനെ ഇരിക്കും എന്ന് നോക്കണം. ഇപ്പൊ ബേസ് ഓൺ എച്ച് പി ആണെങ്കിൽ എപ്പോഴും എന്തോന്നായിരിക്കും, ബേസ് ഓൺ താഴെ ആയിരിക്കും. ബേസ് ഓൺ ബി പി ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ ബേസ് എപ്പോഴും എവിടെ ആയിരിക്കും, മുകളിലായിരിക്കും.
അപ്പൊ എവിടെയാണോ ഇരിക്കുന്നത്, എന്താണോ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പം പറയും ബേസ് എഡ്ജ് പാരലൽ. ഒരു സ്ക്വയർ പിരമിഡിന്റെ കേസ് ആണെങ്കിൽ ബേസ് എഡ്ജ് പാരലൽ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വരച്ചു തുടങ്ങേണ്ടത് എഡ്ജ് പാരലൽ ആയിട്ട്, ഈ എക്സ് വൈ ലൈന് പാരലൽ ആയിട്ട് വെച്ചാണ് എന്ത് ചെയ്യാൻ, സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിന് അങ്ങനെ വലിയ പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് അതൊരു പെന്റഗൺ ആക്കാം. പെന്റഗണിന്റെ ഒരു ബേസ് എഡ്ജ് പാരലൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് ഏതായാലും പാരലൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, എക്സ് വൈ ലൈന് പാരലൽ ആയിട്ട് വരയ്ക്കുക. ഇങ്ങനെയാണ് എക്സ് വൈ ലൈന് പാരലൽ ആയിട്ട് വരയ്ക്കാം. രണ്ട് രീതിയിൽ വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഇതും എന്താണ് പാരലൽ ലൈൻ ആണ്, ഇതും പാരലൽ ലൈൻ ആണ്. അപ്പൊ വേണമെങ്കിൽ ഒരു കണ്ടീഷനോ പറയാം, ഈ ഒരു എഡ്ജ്, ആ കോർണർ പോയിന്റ് എവേ ഫ്രം എക്സ് വൈ ലൈൻ, അല്ലെങ്കിൽ എവേ ഫ്രം വി പി എന്ന് പറയാം, അല്ലെങ്കിൽ ടുവേഴ്സ് വി പി എന്ന് പറയാം. ഇത് രണ്ടും പാരലൽ കണ്ടീഷൻ ആണ്. ഇനി പെർപെൻഡിക്കുലർ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയാണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വരച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ വരച്ചു തുടങ്ങണം. പെന്റഗൺ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ. കാരണം ഇതാ ഈ ഒരു എഡ്ജ് എന്തോന്നായി, ഇപ്പം പെർപെൻഡിക്കുലർ കണ്ടീഷനിലായി. അപ്പൊ എങ്ങനെയാണോ വരച്ചേക്കുന്നത് നോക്കുക. ഇനി ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തും ചെയ്യേണ്ട, എന്ത് ചെയ്യണം, 45 ഡിഗ്രി ചരിച്ചിട്ട് എടുത്തിട്ട് അതിനകത്താണ് എന്ത്, പെന്റഗൺ ആണെങ്കിൽ പെന്റഗൺ, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, എന്താണോ സാധനം എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് പാരലൽ കണ്ടീഷൻ വരാം, പെർപെൻഡിക്കുലർ കണ്ടീഷൻ വരാം, ഇനി ഒന്ന് ഇൻക്ലൈൻഡ് കണ്ടീഷൻ. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പെർപെൻഡിക്കുലർ, അത് വലത്തേ സൈഡ്, റൈറ്റ് സൈഡ് എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ഏത് ഷേപ്പ് ആയാലും റൈറ്റ് സൈഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. എക്സ് ആണെങ്കിൽ എക്സ് ആയാലും സ്ക്വയർ ആയാലും സ്ക്വയർ, ഏത് ഷേപ്പ് ആയാലും എന്ത് ചെയ്യണം, റൈറ്റ് സൈഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. അപ്പൊ പാരലലും വരയ്ക്കാം, പെർപെൻഡിക്കുലറും വരയ്ക്കാം, ഈക്വലി ഇൻക്ലൈൻഡും വരയ്ക്കാം. എന്താണോ അത് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വരയ്ക്കാം. ദെൻ അതില് മൂന്നാമത് വരുന്ന ഇൻക്ലിനേഷൻ എന്ന് വെച്ചാൽ ചിലപ്പം പറയാം ആക്സിസുമായിട്ടുള്ള ഇൻക്ലിനേഷൻ. ആക്സിസുമായിട്ട് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും, ആക്സിസുമായിട്ട് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്തുമായിട്ടും പറ്റും, എഡ്ജസും ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം പറയാണ്, ഒരു സ്ക്വയർ പിരമിഡ് വരച്ചു, നമ്മൾ ഫസ്റ്റ് വരച്ചു സ്ക്വയർ പിരമിഡ്, അതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കിട്ടി. അതിന്റെ ആക്സിസ് ഇൻക്ലൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ ആക്സിസ് ഇങ്ങനെ നടുക്കൂടെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എത്ര ഡിഗ്രി ആണോ ഇൻക്ലിനേഷൻ വരയ്ക്കുക, ബേസ് ലെങ്ത് എടുക്കുക, അത് സ്കെയിലിൽ ഹാഫ് ഹാഫ് ആക്കി നീക്കി 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 തട്ടുന്ന രീതിയിൽ വരച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ആക്സിസ് ഇൻക്ലൈൻ ചെയ്യാൻ. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ലൈൻസ്, ഇവിടുന്ന് സൈഡിലോട്ടും ലൈൻസ് വരയ്ക്കും, എന്ത് കിട്ടും, ആ സാധനം കിട്ടും. ഇനി പ്രിസം ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പൊ നോർമലി സ്ക്വയർ പ്രിസം തന്നെയാണെങ്കിൽ സ്ക്വയർ വരും, അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. പ്രിസത്തിന്റെ ആക്സിസും ഈ സൈഡ് ലൈനും എന്തോന്നാണ്, ഈക്വലി പാരലൽ ലൈൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താൽ, ഈ സൈഡ് ചരിച്ചു കൊടുത്താലും എന്ത് വരും, പ്രിസം കിട്ടും. ബോക്സ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ബോക്സ് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഇതാണ്, ഇതിനകത്ത് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ആണ്. അപ്പൊ ഈ നാലാമത്തെ ഫിഗറിൽ ആ എഡ്ജ് നോക്കുക, അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കുക, എന്താണോ പറഞ്ഞേക്കുന്നത്, ആക്സിസ് ആണോ ഇൻക്ലൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, ചരിച്ചിരിക്കുന്ന എഡ്ജ് ആണോ ഇൻക്ലൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അഞ്ചാമത്തെ ഫിഗർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചരിക്കേണ്ടത്. ഓക്കെ, ഇനി മറക്കരുത്, വാല്യൂസ് പ്ലോട്ട് ചെയ്യണം, ഡയമെൻഷൻസ് അതിനകത്ത് മാർക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കേസ് എന്ന് പറയുന്നത് പ്രിസം ആണോ പിരമിഡ് ആണോ എന്ന് ഓർത്തിരിക്കുക. പ്രിസം ആണെങ്കിൽ മുകളിൽ അപ്പെക്സ് പോയിന്റ് മാർക്ക് ചെയ്തിരിക്കണം, പിരമിഡ് ആണെങ്കിൽ അപ്പെക്സ് പോയിന്റ് മാർക്ക് ചെയ്തിരിക്കണം. പ്രിസം ആണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പെക്സ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് വെക്കരുത്. അഥവാ സെന്റർ കണ്ടുപിടിക്കാൻ വരച്ചാലും എന്തിട്ട് വരയ്ക്കുള്ളൂ, ലൈറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഇനി പെന്റഗൺ വരയ്ക്കാൻ അറിയാലോ, രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യുക, തന്നേക്കുന്ന സൈഡ് വരയ്ക്കുക, അതിൽ എത്ര ഡിഗ്രി, പെന്റഗൺ ആണെങ്കിൽ ടോട്ടൽ 188 ഡിഗ്രി ആണ്, അതിന്റെ പകുതി 54 എടുത്ത് ഇങ്ങോട്ടൊരു ലൈൻ, 54 എടുത്ത് ഇങ്ങോട്ടൊരു ലൈൻ, സെന്റർ പോയിന്റ് കിട്ടും. അത് വെച്ച് എന്ത് വേണം, സർക്കിൾ വരച്ചിട്ട് ഈ ഒരു സൈഡ്, ഇതാണ് സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ, ആ സൈഡ് വെച്ച് എന്ത് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക, എടുക്കുക. ഇനി ഹെക്സൺ ആണെങ്കിൽ ഇഫ് 108 ആണല്ല, 120 ഡിഗ്രി ആണ്, അതിന്റെ പകുതി 60 ഡിഗ്രി വെച്ചോണെങ്കിലും വരയ്ക്കാം. ഇനി ഇത് വരയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ലൈൻ വരച്ചിട്ട് 108 ഡിഗ്രി ആംഗിൾ എടുത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ വരച്ച് പോവാം. എല്ലായിടത്തുനിന്ന് 108 എടുത്ത് വരച്ച് പോവാം. അപ്പോഴും എന്ത് കിട്ടും, പെന്റഗൺ ഷേപ്പ് കിട്ടും. എക്സൺ ആണെങ്കിൽ 120 ഡിഗ്രി എടുത്ത് വെച്ച് വരച്ച് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കേസസ് ആണ്. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ബേസ് എവിടെയാണോ ഇരിക്കുന്നതെന്ന് നോക്കുക, ബേസ് എച്ച് പി ആണോ അല്ലെങ്കിൽ വി പി ആണോ ആണെന്ന് നോക്കുക. രണ്ടാമത്തെ കേസ് ഓർത്തിരിക്കേണ്ടത് ഷേപ്പ്, ഏത് ഷേപ്പ്, പിരമിഡ് ആണോ പ്രിസം ആണോ എന്ന് എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക. മൂന്നാമത്തെ കേസ് ഇൻക്ലിനേഷൻസ് എടുക്കുമ്പോൾ തെറ്റരുത്. എന്താണോ ഇൻക്ലിനേഷൻ, ആക്സിസ് ആണോ ഇൻക്ലൈൻ ചെയ്തേക്കുന്നത്, ദെൻ അതോ എന്തോന്നാണ് നമ്മുടെ
എഡ്ജസ് ആണോ ഇൻക്ലൈൻ ചെയ്തേക്കുന്നത്, എന്താണെന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളുള്ളത്. മെയിൻ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് സിമ്പിൾ പൊസിഷൻ കറക്റ്റ് ആക്കുക. സിമ്പിൾ പൊസിഷൻ തെറ്റിച്ചാൽ പിന്നെ അങ്ങോട്ട് വാല്യൂ ചെയ്യത്തില്ല. സിമ്പിൾ പൊസിഷൻ കറക്റ്റ് ആക്കിയാൽ തന്നെ അതിന് ഒരു 3-1 മാർക്ക് ഇടും, ഒരു 3-4 മാർക്ക് അതിനകത്ത് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അത് കളയരുത്, അത് സെറ്റ് ആക്കുക. ഓക്കെ, ഞാൻ ഇതിനകത്ത് പ്രോബ്ലം ഒന്നും പറയുന്നില്ല. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെച്ച് മൊത്തത്തിൽ നോക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.